അമേരിക്ക ഇനി ലോകത്തിന്റെ കാവൽക്കാരനല്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ പ്രഖ്യാപനം ഒടുവിൽ വന്നിരിക്കുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് നെഞ്ചെടുപ്പേറ്റുന്ന ലോക രാഷ്ട്രീയത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന ട്രംപിന്റെ പുതിയ നീക്കം. ദശകങ്ങളായി തുടരുന്ന അമേരിക്കൻ വിദേശ നയത്തിനെയാണ് വാഷിംഗ്ടണിൽ ഇപ്പോൾ തിരശ്ശീല വീഴുന്നത്. പെന്റഗൺ പുറത്തിറക്കിയ 34 പേജുള്ള പുതിയ ദേശീയ പ്രതിരോധ തന്ത്രരേഖ നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജി വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: അമേരിക്ക ഫസ്റ്റ്. ലോകത്തിലെ പല ഭാഗങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ച് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കായി പണം കളയാൻ ഇനി അമേരിക്കയെ കിട്ടില്ല. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും കാര്യം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. റഷ്യയെ തടയേണ്ടത് ഇനി നാറ്റോയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഉത്തര കൊറിയയെ നേരിടാൻ ദക്ഷിണ കൊറിയ സ്വന്തം നിലയ്ക്ക് തയ്യാറെടുക്കണം. ചുരുക്കത്തിൽ അമേരിക്കയുടെ ചെലവിൽ സുരക്ഷ ആസ്വദിച്ചിരുന്നവർ ഇനി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുക്കേണ്ടി വരും എന്നർത്ഥം. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം ചൈനയോടുള്ള സമീപനത്തിലാണ്. ബൈഡൻ ഭരണകൂടം ചൈനയെ മുഖ്യ ശത്രുവായി കണ്ടിരുന്നെങ്കിൽ ട്രംപ് അവരെ കാണുന്ന ഒരു സെറ്റിൽഡ് ഫോഴ്സ് ആയിട്ടാണ്. ചൈനയെ തകർക്കാനോ അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാനോ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. എന്നാൽ ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുകളിൽ ചൈന പറക്കാൻ ശ്രമിച്ചാൽ പിടിവീഴും. തായ്വാന്റെ കാര്യത്തിൽ അമേരിക്ക പാലിക്കുന്ന മൗനവും ഇവിടെ ശ്രദ്ധേയമാണ്. ട്രംപിന്റെ കണ്ണ് ഇപ്പോഴും സ്വന്തം വീടിന് ചുറ്റിലുമാണ്. പനാമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുക, ഗ്രീൻലാൻഡിൽ സൈനിക വാണിജ്യ സ്വാധീനം ഉറപ്പിക്കുക, ഇതൊക്കെയാണ് പുതിയ നീക്കം. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ചൈനയുടെ സ്വാധീനം തടയുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. കാനഡ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കും വലിയൊരു മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ആ മുന്നറിയിപ്പ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പുറത്താക്കിയ നടപടി ചൂണ്ടിക്കാട്ടിയാണ് പെന്റഗൺ ഈ ഭീഷണി കാനഡയോട് മുഴക്കുന്നത് പോലും. നാർക്കോ ഭീകരർക്കും അമേരിക്കയെ എതിർക്കുന്നവർക്കും ഇതൊരു പാഠമായിരിക്കുമെന്ന് രേഖ വ്യക്തമാക്കുന്നുമുണ്ട്. സാമ്പത്തിക ലാഭം മുൻനിർത്തി ലോക പോലീസിന്റെ തൊപ്പി ട്രംപ് അഴിച്ചു വെക്കുമ്പോൾ അത് ആഗോളതലത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് വലിയൊരു പ്രതിരോധ ശൂന്യത കൂടിയാണ്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ആശങ്കയിലാണ്. അമേരിക്കയുടെ തണലിൽ സുഖിച്ചിരുന്നവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.